അക്രമത്തിന് പേരുകേട്ട പാർട്ടിയാണ് CPM. പണ്ടൊക്കെ CPMന് അക്രമം കാണിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ കൊണ്ട് പലയിടത്തും അതിന് കഴിയുന്നില്ല എന്നിരിക്കെ ആ ശക്തിയെല്ലാം ക്ഷയിച്ചു എന്ന് വ്യക്തമായതോടെയാണ് അക്രമം കാണിക്കാനുള്ള ചുമതല പോലീസിന് അവർ നൽകിയത്. അതാണ് കേരളത്തിൽ 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പേരാമ്പ്രയിലും അടുത്ത കാലത്ത് കണ്ടത്. ഇത് നമ്മൾ പറയുന്നതല്ല, കോടതിയുടെ നിരീക്ഷണമാണ്. അതായത് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഘർഷത്തിൽ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസ് പോലീസിൻ്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിവുകെട്ട ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗ്രനേഡ് കൈകാര്യം ചെയ്തതിലെ വീഴ്ച അത് മറക്കാനാണ് പോലീസ് ഇത്തരത്തിലുള്ള പുതിയൊരു കേസ് എടുത്തത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പോലീസിനെതിരെ കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം നടത്തിയത്. അതോടെ പുറത്തിറങ്ങിയ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട യുവനേതാവിനെ നോട്ടുമാലയിട്ടാണ് UDF പ്രവർത്തകരും നാട്ടുകാരും സ്വീകരിച്ചത് എന്നോർക്കണം. സ്ഫോടക വസ്തു എറിഞ്ഞു എന്നൊരു കേസുണ്ടാക്കി പിടിച്ച് ജയിലിലടച്ച UDF പ്രവർത്തകന്റെ മുൻകൂർ ജാമ്യാപേക്ഷാ വിധിയിലാണ് പോലീസിനെതിരെ കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയത്. പേരാമ്പ്ര മർദ്ദനത്തിൽ പോലീസ് നടപടിയെടുക്കുന്ന ലക്ഷണമേ കാണുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ എന്ന ഇന്ത്യയുടെ ഒരു പാർലമെന്റ് അംഗം ഇന്നലെ പറഞ്ഞതാണ്. ഇത് കോടതി വളരെയധികം ശ്രദ്ധിച്ചു കാണും. കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും തുടർ നടപടികൾ പാർട്ടിയോട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ മുന്നറിയിപ്പ് നൽകിയതും കോടതി ശ്രദ്ധിച്ചു കാണും. പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് തന്നെ മർദ്ദിച്ചത് എന്ന് തെളിവ് സഹിതം ഷാഫി പറഞ്ഞതും ഈ കേരളം കേട്ടു. ഏതായാലും പേരാമ്പ്രയിൽ നടത്തിയത് CPMന്റെ നമ്പർ 1 തട്ടിപ്പാണ്. അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിത്തുടങ്ങി. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് കള്ളക്കേസിൽ കുടുക്കപ്പെട്ട യുവാവിനെ നോട്ടുമാലയിട്ട് ഒരു നാട് സ്വീകരിച്ചത്. ആയിരക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം വലിയ രീതിയിൽ പതിച്ചിട്ടുണ്ട് എന്നോർക്കണം. ഇത്തരത്തിലുള്ള കള്ളക്കേസ്, അതായത് ഒരു സ്ഫോടക വസ്തു പോലീസിന് നേരെ എറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു വധശ്രമത്തിനേക്കുള്ള നയിക്കുന്ന കേസാണ്. അങ്ങനെയുള്ള ഒരു കേസ് തന്നെ പോലീസ് കെട്ടിച്ചമച്ചത് എന്ന് പറയുമ്പോൾ അത് അകത്ത് കിടന്നവനെ സ്വീകരിക്കാൻ ഒരു നാട് തയ്യാറായതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കള്ളക്കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ കോൺഗ്രസ് പ്രവർത്തകർ നോട്ടുമാലയിട്ട് സ്വീകരിച്ചത് കേരളം വലിയ ചർച്ചയാക്കി എടുക്കുന്നു. കാരണം പോലീസിനെതിരെയുള്ളൊരു വിജയമായിട്ടാണ് ആ കേസിലെ പ്രതിക്ക് മാലയിട്ടത് എന്നോർക്കണം. കേസിലെ പ്രതിയും യൂത്ത് കോൺഗ്രസ് നൊച്ചാട് മണ്ഡലം സെക്രട്ടറിയുമായ നസീർ വലിയ പറമ്പിലെയാണ് നോട്ടുമാലയിട്ട് സ്വീകരിച്ചത്. അതിൽ DYFI പ്രവർത്തകർ വലിയ കലിപ്പിലാണ്. അവർ SHOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി എടുത്ത ഒരു കള്ളക്കേസാണ് എന്നുള്ളത് തെളിഞ്ഞ സാഹചര്യത്തിൽ നോട്ടുമാലയിട്ടത് തെറ്റല്ലെന്ന് UDF പ്രവർത്തകരും വിശ്വസിക്കുകയാണ്.